ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. കുറേ ആയി ഇത് വ്ളോഗ് ഇടണം വിചാരിക്കണേ. പിന്നെ മടിച്ച് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇത്രയും ലേറ്റ് ആയി കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ മമ്പുറം വരെ പോവാന്ന് വിചാരിച്ച്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ മൈലാഞ്ചിന് ഒരു കയ്യിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കൈമ മാത്രം സിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ടായിന്. നമ്മൾ കാറിൽ പോയോണ്ടിരിക്കുകയാണ്. ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കോൾ വരണ്ടായിന് കേട്ടോ, ഓടെ എന്ന് പറഞ്ഞിട്ട്. സാധാരണ നമ്മൾ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉമ്മാൻ്റെ കൂടെയാണ് പോകലുണ്ടായിന്. അപ്പം ഇപ്രാവശ്യം ചേഞ്ചിനായിട്ട് നമ്മൾ മമ്പറൊക്കെ പോയിട്ട് പിന്നെ ഉമ്മാൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ സ്ഥലത്തും പോകണമെന്ന് പ്ലാൻ ഉണ്ടായിന്. അതിന് പിന്നെ നമ്മൾ മമ്പുറം എത്തി കേട്ടോ. അവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോയി. അവിടെ എത്തിൻ്റെ ശേഷം തോരനൊക്കെ കഴിഞ്ഞ് പിന്നെ തേൻ കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ അമ്മ. അപ്പം തേന് വാങ്ങി കൊണ്ടുകൊടുത്ത് പിന്നെ അവിടെ കുറേ തോരനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഖുറാൻ ഓതാനായിരുന്നു. എനിക്ക് ഖുറാൻ ഓതാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓതിയില്ല കേട്ടോ, ഉമ്മച്ചി മാത്രം ഓതി. അതിന് പിന്നെ ഫോൺ ചാർജ് കഴിഞ്ഞിന് കേട്ടോ. പിന്നെ ഞാൻ കുറേ തപ്പി എവിടെയെങ്കിലും നല്ല പ്ലഗ് ഉണ്ടെങ്കിൽ കുത്തിവെക്കാൻ. അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്ത്, കാരണം വീഡിയോ എടുക്കാൻ നല്ല ചാർജ് വേണ്ടി വരും. അപ്പം പിന്നെ വേറെ ഓടിനി ഉണ്ടാവില്ല കുത്തിവെക്കാൻ. അപ്പോൾ ഇവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ചാർജ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത്, കാരണം ഇവിടെ നിന്ന് നിസ്കരിച്ചിട്ട് പിന്നെ പോവാന്നുള്ള രീതിയിൽ. അപ്പം ബാങ്ക് കൊടുത്ത് പിന്നെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കൊന്നും ഇല്ലേനി കേട്ടോ, പെരുന്നാളായി വിചാരിച്ചാണ്ട് നല്ല തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലേനി. അപ്പം വേഗം നിസ്കരിച്ച് ഇറങ്ങാൻ കഴിഞ്ഞു. ആഴ്ച ആയതുകൊണ്ട് തന്നെ അനിയന്മാർ ചുമക്ക് കയറി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളത് വേഗം കഴിഞ്ഞ് പിന്നെ ഓല കുറേ നേരം നമ്മൾ കാത്തുനിന്ന് ഓല് ചുമയിന് വരാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ നമ്മൾ അവിടെയുള്ള കടകളൊക്കെ പോയി ഒക്കെ അങ്ങനെ നോക്കിയിട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ കടകൾ ഇങ്ങനെ തുറന്നിട്ട് നിസ്കരിക്കാൻ പോകട്ടോ. പിന്നെ അത്രയും വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ആരും എടുക്കൂല എന്നുള്ളത്. അപ്പം അങ്ങനെ അവിടെ ആരും ഇല്ലേനി കേട്ടോ. ഷോപ്പത്തെ ആളോ കാര്യങ്ങളൊന്നും ഇല്ലേനി. അപ്പം നമ്മളവിടെ അങ്ങനെ കുറേ നേരം നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിനി. പിന്നെ ആൾ വന്നിട്ട് പൈസ കൊടുക്കാന്നുള്ള രീതിയിൽ 2 മുട്ടായൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിന്. പിന്നെ കുറേ മാലയും വളയും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. ഞാൻ കുറച്ചിങ്ങനെ നോക്കീനി. അതിൽ ബാങ്കുകളൊക്കെ ഉണ്ടായിന് കേട്ടോ. അവിടെ നല്ല നല്ല രസമുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമായി. ഞാൻ അവിടെ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിനി. ഈ ബാങ്കുകൾ എനിക്ക് എടുക്കണമെന്നുണ്ടായിന് കേട്ടോ, പക്ഷേ പിന്നെ അടുത്തില്ല, വേണ്ടാന്ന് വിചാരിച്ച്. അതിന് അനിയന്മാരെന്തോ ചെയിനൊക്കെ നോക്കിയിട്ടുണ്ടായിന് സിൽവറിൻ്റെ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ കാർക്ക് തന്നെ പോകുന്നു. ഇതാണ് കേട്ടോ ഓനെടുത്ത സിൽവറിൻ്റെ ചെയിന് 2 അനിയന്മാരും എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. നേരെ ഇനി അടുത്തത് പോകാനുള്ള പ്ലാൻ നമ്മൾ ഹൈലൈറ്റ് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മൾ വാങ്ങിയ മുട്ടായൊക്കെ നമ്മളിങ്ങനെ തിന്നുണ്ടായിനി. ഇടയിന്ന് പുളിമുട്ടായും പിന്നെ വേറെ ഏതൊരു പണ്ടത്തെ ഒരു മുട്ടായി കേട്ടോ, പേര് എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഹൈലൈറ്റിക്ക് പോകേണ്ട വഴിയും നമുക്കറിയില്ല കേട്ടോ. നമ്മൾ കുറേ അങ്ങോട്ട് തിരിഞ്ഞ് കുറേ ലൊക്കേഷൻ നോക്കിയാൽ പോയത്. കുറേ ഉണ്ട് തല തിരിഞ്ഞ് അവസാനം ഹൈലൈറ്റിലെത്തി കേട്ടോ. അവിടെ എത്തുമ്പോൾ ചെറുതായിട്ട് മോഞ്ചി. ഫസ്റ്റ് കയറിയ റൂട്ടിനല്ല പോകേണ്ടി, വേറെ ഒരു റൂട്ടിനാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് തിരിഞ്ഞ് ഞങ്ങൾ പോകേണ്ട റൂട്ടിന് കയറി. അങ്ങനെ പിന്നെ പാർക്കിങ്ങിക്ക് പോയി കാറ് പാർക്ക് ചെയ്ത്. ആക്ച്വലി ഞങ്ങൾ ഹൈലൈറ്റിൽ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ പാർക്കൊക്കെ ഇത് നമുക്ക് അറിയില്ല. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ നമ്മളെ കസിൻസിൻ്റെ കൂടെയൊക്കെ വന്നിന്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് സെക്കൻഡ് ടൈമാണ് നമ്മൾ ഹൈലൈറ്റ് വരുന്നത്. പ്രത്യേകിച്ച് അവിടെ പോകണം ഇവിടെ പോകണം പ്ലാനൊന്നും ഇല്ലേനി കേട്ടോ. ഒരു സ്റ്റുഡിയോയിൽ പോകണമെന്ന് ഉണ്ടായിനി പറഞ്ഞിന് ഓൾറെഡി. അപ്പം അങ്ങനെ ഉള്ളേനി, അല്ലാതെ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലേനി. വെറുതെ ഇങ്ങനെ കറങ്ങാന്നുള്ള രീതിയിൽ പോയതാണ് നമ്മൾ ഹൈലൈറ്റിക്ക്. പിന്നെ കാണുന്ന കടയിലൊക്കെ ഇങ്ങനെ കുറച്ച് കയറുക. പിന്നെ അനിയനെന്തോ വാച്ച് എന്തോ നോക്കി, ഞാൻ ഇഷ്ടമായിട്ടില്ല അവനക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈലാഞ്ചി നോക്കണം, എന്നാലൊരു സമാധാനമുള്ളൂ. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി, സൂപ്പർ മാർക്കറ്റ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ ഇങ്ങനെ നോക്കി. ഗുലാബ് ജാമുൻ രസഗുളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ നല്ല റേറ്റ് കേട്ടോ. പിന്നെ അനിയനൊരു ജ്യൂസ് എടുത്തിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ ഒക്കെ കണ്ടിട്ടോ, നമ്മളെല്ലാം ഇങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ നമ്മൾ എന്താ വാങ്ങുകയെന്ന് ഇങ്ങനെ കുറേ നേരം നോക്കിയെന്ന്. പിന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു സാൻഡ്വിച്ച് ടൈപ്പ് ഈ ഒരു സാധനം ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിനി. ഒന്ന് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, 4 ആൾക്കാർക്ക് തിന്നാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് നമ്മൾ വാങ്ങി ജസ്റ്റ് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിനി. നമ്മളത് അവിടുന്ന് തിന്നില്ല, നമ്മൾ ബില്ലാക്കിയാണ്ട് അത് എടുത്ത് പിന്നെ നമ്മൾ സ്റ്റുഡിയോ പോയിട്ടോ. സ്റ്റുഡിയോയിൽ കാരണം മിഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ സ്റ്റുഡിയോയിൽ കയറി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ നമ്മൾ മേക്കപ്പിൻ്റെ ജസ്റ്റൊക്കെ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവല് മിൽക്ക് കുടിച്ചാൻ പോയിട്ട് നമ്മൾ കുറേ ഏതാ തിന്ന കുറേ ആലോചിച്ച് പിന്നെ ലാസ്റ്റ് നമ്മൾ അവല് മിൽക്കിലെത്തി. പിന്നെ ഈ നമ്മൾ നേരത്തെ വാങ്ങിയ സാൻഡ്വിച്ചും നമ്മൾ തിന്നിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ അവല് മിൽക്ക് കുടിച്ചു. നമുക്ക് അത്യാവശ്യം വിശക്ക് ഉണ്ടായിനി കേട്ടോ, പക്ഷെ നമ്മൾ അവല് മിൽക്കിൽ ഒതുക്കി. നമ്മൾ രാവിലെ തിന്നിട്ട് പിന്നെ നമ്മളൊന്നും തിന്നിട്ടില്ല. ഏകദേശം ഉച്ച ആയിന് കേട്ടോ. ഉച്ച വൈകുന്നേരം ഈവനിങ് ആ ഒരു നേരം ആയിന് ഏകദേശം.
പിന്നെ അമ്മക്ക് വളം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റുഡിയോക്ക് തന്നെ വന്നിട്ടോ. നേരത്തെ ജസ്റ്റ് നോക്കി പോയി, പിന്നെ നമ്മൾ സാധനം എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ കയറി. പിന്നെ കുറേ നോക്കി നിന്ന് അനിയൻ കുറേ ഡ്രസ്സൊക്കെ നോക്കിയൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഇതാണ് ഉമ്മ വാങ്ങിയ വള, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ പിന്നെ നമ്മൾ ലുലുക്ക് പോയിട്ടോ. ഹൈലൈറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലുലു മോൾക്കും പോയി. ഏതായാലും വന്നതല്ലേ വിചാരിച്ച് നമ്മൾ ലുലുക്ക് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിന് കേട്ടോ. ഇവിടെ നമ്മൾ പിന്നെ വെറുതെ കറങ്ങാൻ കയറിയതാണ്, അല്ലാതൊന്നുമല്ല. പിന്നെ നമ്മൾ നിസ്കരിക്കാൻ കയറിയിട്ടോ. ഏകദേശം വൈകുന്നേരമായി, ബാങ്കൊക്കെ കൊടുത്തിന്. അങ്ങനെ പിന്നെ നിസ്കരിക്കാൻ കയറി. ഞാൻ പിന്നെ എൻ്റെ ഫോൺ ചാർജ് ചെയ്തു, അപ്പോഴും ചാർജ് ഇല്ലേന് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിട്ടോ. ലുലുവിലെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മൾ മോതിരമൊക്കെ നോക്കി. അപ്പോൾ ഇതിലെ ഒരു സെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും അനിയനും കുറേ നേരം അവിടെ നിന്ന്. അങ്ങനെ പിന്നെ ഞാൻ ബ്രേസ്ലെറ്റ് നോക്കിയിട്ടുണ്ട്, അതിനെ എടുക്കണമൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അത് വേണ്ട വെച്ചാൽ അവിടെ തന്നെ വെച്ചിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി പോവാനായി. ഏകദേശം മഗ്‌രിബായിട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ കോൾ വരുന്നുണ്ട്, എപ്പോഴാണ് വരിക എന്നൊക്കെ. അങ്ങനെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാലാകെ ഇതായിട്ടോ, ഹീലിട്ടാണ്ട് ഞാൻ ഹീലിട്ടന്നെ ഫുള്ള് നടന്നത്. അതുകൊണ്ട് തന്നെ കാലൊക്കെ ആകെ വേനായി, മുറിയൊക്കെ ആയിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ലുലുന്ന് ഇറങ്ങി. ഏകദേശം ഇന്ന് ഹൈലൈറ്റ് ലുലു മാള് മമ്പുറം ആകെപ്പാട് ക്ഷീണിച്ചിട്ടോ. എല്ലാം പാടെ പോയി നടന്ന് കണ്ടവും എല്ലാ കാര്യങ്ങളൊക്കെ ആയപ്പം അതിന് പിന്നെ ആകെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇനി ഫുഡ് കഴിക്കുക എന്നുള്ളത് മാത്രം. അങ്ങനെ നമ്മൾ നല്ല ഹോട്ടൽ നോക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഇമ്മ ചോറ് പൊറോട്ട ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് മന്തി തന്നെ വേണം പറഞ്ഞ് പിന്നെ നമ്മൾ മന്തിയിൽ ഉറപ്പിച്ച്. പിന്നെ ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് അത്ര ഇതൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ മന്തി തന്നെ ഫൈനലൈസ് ചെയ്ത്. പിന്നെ കയറി ഹോട്ടലിൽ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല, ഇനി നല്ല ഒഴിവുണ്ടായിനി. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ സാനപ്പൊക്കെ ഇങ്ങനെ കുടിച്ച് ടൈം നോക്കി. ഞാൻ ആകെപ്പാട് ക്ഷീണിച്ച ഒരു വിധമായിന് കേട്ടോ. പിന്നെ ഒന്നാമത് ഞാൻ ഹീലിട്ടോണ്ട് തന്നെ അത്യാവശ്യം നല്ല കൊയങ്ങിയിട്ടുണ്ടായിനി. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം കേട്ടോ ഇങ്ങനെ കുറേ നടക്കാൻ, എത്ര വേണമെങ്കിലും നടക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിന് പിന്നെ അപ്പോഴത്തേന് പിന്നെ മന്തി വന്നു കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉമ്മാൻ്റെ അടുക്ക് പോയിട്ടുണ്ടായിന്. പോണ വഴി അത്യാവശ്യം കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിനി. എന്നാലും നമ്മൾ സമയത്തിന് വീട്ടിലെത്തിയിട്ടുണ്ടായിനി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഡു കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.